നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങാച്ചോറ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അരിക്കുള്ള തേങ്ങാച്ചോറാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ, അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഈ ഒരു കപ്പിന് 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിൽ തന്നെയാണ് ഞാൻ ഇനി വെള്ളവും അളന്നെടുക്കുന്നത്. ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമോ അല്ലെങ്കിൽ നെയ്യ് മാത്രമോ ആയിട്ട് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ഏലക്കായ, 1 ബേ ലീഫ്, 2 പീസ് പട്ട, 3 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും, അതായത് ആ ചുവന്നുള്ളിയുടെ കളർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫൈനായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് തേങ്ങ ജസ്റ്റ് ഒന്ന് സോട്ടായി വന്നാൽ മതി. ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 2.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 5 ഗ്ലാസ് വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 1 ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ച ആ മിക്സിയുടെ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്തിട്ട് അതാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു തേങ്ങയുടെ മിക്സ് ഒട്ടും പോകാതെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാനിവിടെ ടോട്ടൽ 2.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാൻ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറുവ അരിയാണ് എടുത്തിട്ടുള്ളത്. അരി ചേർത്ത് കൊടുത്ത് വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കുക്കർ മൂടി കൊടുക്കാം. 2 വിസിൽ വരുമ്പോഴേക്കും കുക്കർ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വിസിൽ പോയതിന് ശേഷം മാത്രമേ ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയി കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ നിങ്ങൾ തേങ്ങാച്ചോറ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി തേങ്ങാച്ചോറ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.